നമസ്കാരം, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. മക്കളെ, RRB SSC എക്സാമുകൾക്ക് റിപ്പീറ്റഡി വരുന്ന ടോപ്പിക്കാണ് ഇമ്പോർട്ടന്റ് ബുക്സും അത് എഴുതിയിരിക്കുന്ന ഓതേഴ്സിന്റെ നെയിമും. നമുക്കറിയാം, റീസെന്റ് നടന്നിട്ടുള്ള ഗ്രൂപ്പ് ഡി എക്സാമിന് കറണ്ട് അഫേഴ്സിന് അത്രയധികം വെയിറ്റേജ് നൽകിക്കൊണ്ടാണ് ഓരോ ഷിഫ്റ്റും പോയിട്ടുള്ളതും. സോ ഇനി വരാൻ പോകുന്ന എക്സാം ആയിട്ടുള്ള RRB NTPC ഗ്രാജുവേറ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് എക്സാമുകൾ, SSC എക്സാമുകൾക്കും നമുക്ക് ഇതേ ഒരു പാറ്റേൺ തന്നെ പ്രതീക്ഷിക്കാം. സോ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടന്റ് ബുക്സും അത് എഴുതിയിരിക്കുന്ന ഓതേഴ്സിന്റെ നെയിമുമാണ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് MS സ്വാമിനാഥൻ, ദ മാൻ ഹു ഫീഡ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്കാണ്. സോ അത് എഴുതിയിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ പ്രിയംവദ ജയകുമാർ. നമുക്കറിയാം, MS സ്വാമിനാഥൻ അറിയപ്പെടുന്ന എങ്ങനെയാണ്? ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നാണ് MS സ്വാമിനാഥനെ അറിയപ്പെടുന്നത്. നമുക്കറിയാം, ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രം എടുക്കുമ്പോൾ എന്താണ്, ഇൻഡിപെൻഡൻസ് കിട്ടിയ ശേഷം നമ്മൾ ആ ഒരു ചരിത്രം എടുക്കുമ്പോൾ ഈ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചോളം വലിയൊരു മൈൽ സ്റ്റോൺ തന്നെയായിരുന്നു. കാരണം എന്താണ്? ഇന്ത്യയെ ഫുഡ് പ്രൊഡക്ഷനിൽ സെൽഫ് സഫീഷ്യന്റ് ആക്കുന്നതിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിച്ചത് നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ തന്നെയാണ്. നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ എന്തായി ഇൻക്രീസ് ചെയ്യുന്നതിൽ ഒരു വലിയൊരു പങ്ക് തന്നെ ഗ്രീൻ റെവല്യൂഷൻ വഹിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ വിളിക്കുന്നതാണ് എന്ത്? ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. 2024 മറന്നു പോകല്ലേ, 2024 അദ്ദേഹത്തിന് ഭാരതരത്നം നൽകി രാജ്യം ആദരിക്കുകയും ചെയ്തു. 2024 ഭാരതരത്നം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മരണാന്തര ഭാരതരത്നമാണ്. അതും കൂടെ ഓർത്തു വെച്ചോണം. സോ MS സ്വാമിനാഥനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജനന വർഷം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ബർത്ത് ഇയർ എന്ന് പറയുന്നത് 1925 ഓഗസ്റ്റ് 7 ആണ്. അതുകൊണ്ട് തന്നെ 2025 അദ്ദേഹത്തിന്റെ 100ാം ജന്മവാർഷികം കൂടിയാണ്. സോ അങ്ങനെയും ഈ ഒരു വർഷം ഇമ്പോർട്ടന്റ് തന്നെയാണ്. MS സ്വാമിനാഥനുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ 100ാം ജന്മവാർഷികം കൂടിയാണ്. സോ 100ാം ജന്മവാർഷികമാണ്. അതേസമയം തന്നെ അദ്ദേഹത്തിനെ അറിയപ്പെടുന്ന എങ്ങനെയാണ്? ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് തന്നെയാണ് അദ്ദേഹത്തിനെ അറിയപ്പെടുന്നത്. MS സ്വാമിനാഥൻ, ദ മാൻ ഹു ഫീഡ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ പ്രിയംവദ ജയകുമാർ. മറന്നു പോകല്ലേ മക്കളെ, ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷനുകളിൽ നമ്മൾ MS സ്വാമിനാഥനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു പോയിട്ടുണ്ട്. സോ അടുത്ത ബുക്ക് എന്ന് പറയുന്നത്, നമുക്കറിയാം, നമ്മൾ നിരന്തരം കോടതിയുമായി ബന്ധപ്പെട്ട് ഏതൊരു ജഡ്ജ്മെന്റ് വന്നാലും നമ്മൾ ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ജസ്റ്റിസ് ഡിനൈഡ്, ജസ്റ്റിസ് ഡിനൈഡ്, ജസ്റ്റിസ് ഡിലേ എന്നൊരു വാക്ക് നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടു കാണും. എന്നാൽ അതുമായി ഒന്ന് ബന്ധപ്പെടുത്തി നമുക്ക് ഇതിനെ ഒന്ന് പറയാൻ സാധിക്കും. എന്താണ് ഇവിടെ ജസ്റ്റിസ് ഡിനൈഡ് എന്ന് വെച്ചാൽ ജസ്റ്റിസ് ലോസ്റ്റ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ഡിലേക്ക് പകരം എന്തായി? ജസ്റ്റിസ് ലോസ്റ്റ് എന്ന് തന്നെയാണ് ഈ ബുക്കിന്റെ പേര് വരുന്നത്. അപ്പൊ ഈ ബുക്കിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് ഡിനൈഡ്, ജസ്റ്റിസ് ലോസ്റ്റ് ആണ്. ആ ഡിലേ മാറ്റിയിട്ട് അവിടെ എന്തിട്ടാ മതി? ലോസ്റ്റ് ഇട്ടാ മതി. അത് എഴുതിയിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ കഞ്ചൻ ചക്രവർത്തിയാണ്. മറന്നു പോകല്ലേ, നമുക്കറിയാം ഈ ഒരു ബുക്കിനെ കുറിച്ച് ആ ഒരു പേര് പോലെ തന്നെ എന്താണ്, നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി സിസ്റ്റത്തെ കുറിച്ചാണ്. നമുക്കറിയാം ധാരാളം ഡിലേകൾ സംഭവിക്കുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ പല ജസ്റ്റിസും എന്താണ്, നീതി കറക്റ്റ് സമയത്ത് നടപ്പാകാതെ പോകുന്ന സിറ്റുവേഷനും നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ കേരളത്തിന്റെ ഒരു സിറ്റുവേഷൻ എടുത്താൽ നമുക്ക് റീസെന്റ് കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം. എന്താണ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയുമ്പോൾ അത് ജസ്റ്റിസ് ഡിലേ ആണ്. ആ ഡിലേ മാറ്റിയിട്ട് ഇവിടെ എന്തായി? ലോസ്റ്റ് ആക്കി. അപ്പൊ ജസ്റ്റിസ് ഡിനൈഡ്, ജസ്റ്റിസ് ലോസ്റ്റ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അത് കഞ്ചൻ ചക്രവർത്തിയാണ്. ഈ ബുക്കിനകത്തെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും എന്താണ്, ജുഡീഷ്യൽ ഇംപീച്ച്മെന്റിനെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. ജുഡീഷ്യൽ ഇംപീച്ച്മെന്റ് റീസെന്റ് നമ്മൾ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ എടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. റീസെന്റ് ജുഡീഷ്യൽ ഇംപീച്ച്മെന്റ് നേരിടുന്ന ഒരു ഒരു ജഡ്ജൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ന്യൂസുകളൊക്കെ റിപ്പീറ്റഡ്ലി വരുന്നുണ്ട്. സോ ജുഡീഷ്യൽ ഇംപീച്ച്മെന്റ്, അതേപോലെ തന്നെ ജുഡീഷ്യലുമായി ബന്ധപ്പെട്ട അക്കൗണ്ടബിലിറ്റി, ദെൻ ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റം. നമുക്കറിയാം പലപ്പോഴും എന്താണ്, നമ്മുടെ രാജ്യത്ത് പെൻഡൻസി കേസുകൾ വളരെ കൂടുതലാണ് അല്ലെ. പെൻഡൻസി കേസുകൾ വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ പലപ്പോഴും എന്തായിട്ടുണ്ട്, ഈ പറയുന്ന ജസ്റ്റിസ് ഡിലേ ആകുന്ന സിറ്റുവേഷൻ ധാരാളമുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട ഒരു ബുക്കാണ് ജസ്റ്റിസ് ഡിനൈഡ്, ജസ്റ്റിസ് ലോസ്റ്റ്. അത് എഴുതിയിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ കഞ്ചൻ ചക്രവർത്തിയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. 2025 ഇമ്പോർട്ടന്റ് ബുക്ക് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. സോ ഈ കാര്യങ്ങൾ ഒന്ന് നോക്കി വെച്ചോണം. നമുക്കറിയാവുന്ന പോലെ തന്നെ റീസെന്റ് ധാരാളം ജുഡീഷ്യലുമായി ബന്ധപ്പെട്ട് കേസുകളും കോൺട്രവേഴ്സീസും
ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ബുക്ക് എടുത്ത് ഞാൻ പറയുന്നത്. സോ അടുത്ത ബുക്ക് എന്ന് പറയുന്നത് PMO ദ പ്രൈം മിനിസ്റ്റർ ഓഫീസ് ത്രൂ ദ ഇയർ എന്ന് പറയുന്ന ബുക്കാണ്. ഹിമാൻഷു റോയിയുടെ ഒരു പ്രധാനപ്പെട്ട ബുക്ക് തന്നെയാണ്. ഓരോ ഇയറിലെ പ്രധാനമന്ത്രിയെ കുറിച്ചും എന്ന് വെച്ചാൽ ഓരോ ടെന്യൂറിലെ പ്രധാനമന്ത്രിയെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ബുക്ക് തന്നെയാണ് എന്താണ് PMO ദ പ്രൈം മിനിസ്റ്റർ ഓഫീസ് ത്രൂ ദ ഇയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ബുക്കിനകത്തെ പ്രധാന കണ്ടന്റ് എന്താന്ന് ചോദിച്ചാൽ, ഉള്ളടക്കം എന്താന്ന് ചോദിച്ചാൽ അതെന്താണ്, ഈ പറയുന്ന PMO പ്രൈം മിനിസ്റ്റർ ഓഫീസ് എവിടുന്ന് തുടങ്ങുവാണ്, നെഹ്റുവിന്റെ എറ തൊട്ട്, നെഹ്റുവിൻ എറ തൊട്ട് എവിടുന്നാണ് തുടങ്ങുന്നത്, മൊറാർജി ദേശായിയെ കുറിച്ചും അതിനുശേഷം വരുന്ന ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, വാജ്പേയി, മോഡി വരെയുള്ള ആ ഒരു PMOയെ കുറിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ബുക്കിനകത്തെ പ്രധാന കണ്ടന്റ് എന്ന് പറയുന്നത്. പ്രധാനമന്ത്രിയുടെ ഒരു പോളിസി മേക്കിങ്ങും അവരുടെ ഡിസിഷൻസും ദെൻ അവരുടെ ആ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ഒക്കെ എങ്ങനെ അവർ മുന്നോട്ട് കൊണ്ടുപോയി തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ ബുക്കിനകത്ത്. മറന്നുപോകല്ലേ, ഹിമാൻഷു റോയ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് എന്ത്, PMO പ്രൈം മിനിസ്റ്റർ ഓഫീസ് ത്രൂ ദ ഇയർ എന്ന് പറയുന്ന ബുക്ക്. സോ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം. അതേപോലെ തന്നെ ഈ പ്രൈം മിനിസ്റ്ററിന്റെ ഒരു ഗവർണൻസിലുള്ള ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ എഴുതുന്ന ഒരു ബുക്ക് തന്നെയാണ് PMO പ്രൈം മിനിസ്റ്റർ ഓഫീസ് ത്രൂ ദ ഇയേഴ്സ്, ഹിമാൻഷു റോയുടെ. അടുത്ത ബുക്ക് എന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചാണ്. ഞാൻ എൻ്റെ കറണ്ട് അഫയേഴ്സ് സെക്ഷനുകളിൽ വളരെ വിശദമായിട്ട് തന്നെ പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് സെക്ഷനുകളിൽ എല്ലാ ഓപ്പറേഷനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം എന്താണ് ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്തു പോയിട്ടുണ്ട്. സോ ഓപ്പറേഷൻ സിന്ദൂർ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യസ് ഡീപ് സ്ട്രൈക്ക് ഇൻസൈഡ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അത് കൻവാൽ ജീത് സിംഗ് ഡിലോൺ എന്ന് പറയുന്ന ഒരു കേണലാണ്. സോ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം. ഓപ്പറേഷൻ സിന്ദൂർ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യസ് ഡീപ് സ്ട്രൈക്ക് ഇൻസൈഡ് പാകിസ്ഥാൻ എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ കൻവാൽ ജീത് സിംഗ് ഡിലോൺ ആണ്. അദ്ദേഹം ഒരു ആർമി ഓഫീസറാണ്. സോ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കുന്നത്. നമുക്കറിയാം എന്താണ്, പഹൽഗാം അറ്റാക്കിന് ശേഷം ഇന്ത്യ നടത്തിയിട്ടുള്ള വളരെ ഡയറക്റ്റ് അറ്റാക്കാണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ബുക്കിനകത്ത് വന്നിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ നോക്കുമ്പോൾ തന്നെ രണ്ട് പേരുകൾ നിങ്ങൾ ഒരിക്കലും മറന്നു പോകല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പേരുകളാണ്. ഒന്ന് കേണൽ സോഫിയ ഖുറേഷ്യ. നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ലൂസിഫർ സിനിമയിലെ എബ്രഹാം ഖുറേഷ്യയുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് പോയാൽ മതി. ആരാണ് സോഫിയ ഖുറേഷ്യ, കേണൽ സോഫിയ ഖുറേഷ്യയും അതേപോലെ തന്നെ നമ്മുടെ വിങ് കമാൻഡർ. ഈ രണ്ട് പേരുകൾ മറന്നു പോകല്ലേ. നമ്മുടെ വിമന്റെ ഒരു പാർട്ടിസിപ്പേഷൻ ആണ്. എവിടെയാണ്, ഓപ്പറേഷൻ സിന്ദൂറിലെ വിമൻ എൻപവറുമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് പോകാൻ സാധിക്കും. കേണൽ സോഫിയ ഖുറേഷ്യ, വിങ് കമാൻഡർ വ്യോമിക സിംഗ്. ഈ വ്യോമിക സിംഗ് പറയുമ്പോൾ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ട്. എന്താണ്, നമ്മുടെ വ്യോമമിത്രയുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. എവിടത്തെ ഗഗൻയാനിലെ വ്യോമമിത്രയുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നമ്മുടെ വ്യോമിക സിംഗിനെ കുറിച്ച് ഒന്ന് ആലോചിക്കുക. നമ്മുടെ ലൂസിഫറുമായിട്ടൊന്ന് കണക്ട് ചെയ്ത്, ലാലേട്ടനുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് സോഫിയ ഖുറേഷ്യയും ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. രണ്ട് പേരുകളും നിങ്ങൾ മറന്നു പോകല്ലേ. ഓപ്പറേഷൻ സിന്ദൂർ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യസ് ഡീപ് സ്ട്രൈക്ക് ഇൻസൈഡ് പാകിസ്ഥാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഒരു കറണ്ട് ഒരു റെലവൻ്റ് ഉള്ള ഒരു ബുക്ക് തന്നെയാണ് ഇത്. സോ അടുത്ത ബുക്കിലേക്ക് വരാം. അരുന്ധതി റോയ്. മറന്നു പോകല്ലേ, അരുന്ധതി റോയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണ്? അരുന്ധതി റോയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 1997 ബുക്കർ പ്രൈസ് ലഭിച്ച വനിതയാണ്. ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് നമ്മുടെ അരുന്ധതി റോയ് എന്ന് പറയുന്നത്. 1997 ബുക്കർ പ്രൈസ് ലഭിച്ച വ്യക്തിയാണ് അരുന്ധതി റോയ്. ഫസ്റ്റ് ഇന്ത്യൻ വിമൻ ആണ്, ആദ്യത്തെ ഇന്ത്യൻ വിമൻ ആണ് ഹു റിസീവ് ബുക്കർ പ്രൈസ്. അരുന്ധതി റോയുടെ പുതിയൊരു ബുക്കാണ് മദർ മേരി കംസ് ടു മീ. മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്നത് അരുന്ധതി റോയുടെ പുതിയ ബുക്കാണ്. അരുന്ധതി റോയ് ഒക്കെ ബുക്കൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കണം. കാരണം അരുന്ധതി റോയ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം
ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരി തന്നെയാണ്. പ്രത്യേകിച്ചും ഞാൻ ഈ പറഞ്ഞ ഒരു കോണ്ടെക്സ്റ്റ് കൊണ്ട് ഏതാണ് 1997 ബുക്കർ പ്രൈസ് ലഭിച്ച വ്യക്തിയായിരുന്ന അരുന്ധതി റോയ്. അപ്പോൾ ഈ ഒരു ബുക്കിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് നമ്മൾ മദർ മേരി, അരുന്ധതി റോയുടെ അമ്മയായിട്ടുള്ള മദർ മേരിയുമായിട്ടുള്ള ആ ഒരു റിലേഷനെ കുറിച്ചാണ് ഇവിടെ അവർ വ്യക്തമാക്കുന്നത്. വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ഒരു വിപ്ലവകരമായ ഒരു ബുക്ക് തന്നെയാണ്, വളരെ ഫേമസ് ആയി മാറുന്ന ഒരു ബുക്ക് തന്നെയാണ്. മദർ മേരിയെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്, മേരി റോയെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. സോ ഈ മേരി റോയെ കുറിച്ചും അവരുടെ ആ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഒക്കെയാണ് മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന ബുക്കിൽ അരുന്ധതി റോയ് വിശദീകരിക്കുന്നത്. അരുന്ധതി റോയെ കുറിച്ച് പറയുമ്പോൾ 1997 ബുക്കർ പ്രൈസ് ഓർത്തു വെച്ചോണം. ഏതാണ് ആ ബുക്ക് ഏതാന്ന് ചോദിച്ചാൽ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. മറന്നു പോയല്ലേ മക്കളെ, ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. അരുന്ധതി റോയ് 1997 ബുക്കർ പ്രൈസ് ആദ്യ വനിതയാണ്, ആദ്യ ഇന്ത്യൻ വനിതയാണ് ഹു റിസീവ് ബുക്കർ പ്രൈസ്. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് അരുന്ധതി റോയ്. അപ്പോൾ ബുക്കർ പ്രൈസ് നമ്മൾ അരുന്ധതി റോയ് നമ്മൾ അത് പറഞ്ഞുകൊണ്ട് തന്നെ ബുക്കർ പ്രൈസിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് പോകാം. ഡേവിഡ് സാലെ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഈ വർഷത്തെ ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. 2025 ബുക്കർ പ്രൈസ് ആർക്കാന്ന് ചോദിച്ചാൽ അത് വേറെ ആർക്കുമല്ല, ഡേവിഡ് സാലെ എന്ന് പറയുന്ന ഹംഗേറിയൻ ബ്രിട്ടീഷ് റൈറ്റർക്കാണ് ഈ ഒരു ബുക്ക്. ഹംഗേറിയൻ ബ്രിട്ടീഷ് റൈറ്റർ ആണ്, ആദ്യത്തെ ഹംഗേറിയൻ ബ്രിട്ടീഷ് ഓതർ ആണ് ഈ പറയുന്ന ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുള്ള ആദ്യത്തെ ഹംഗേറിയൻ ബ്രിട്ടീഷ് ഓതർ ആണ് നമ്മുടെ ഡേവിഡ് സാലെ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫ്ലഷ് എന്ന് പറയുന്ന ബുക്കിനാണ് ഈ തവണത്തെ ബുക്കർ പ്രൈസ് ലഭിച്ചത്. സോ അദ്ദേഹത്തിന്റെ 6ാമത്തെ ബുക്കാണ്, അതും കൂടെ ഓർത്തു വെച്ചോണം. ബാക്കി ബുക്കുകളെ കുറിച്ചൊക്കെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് സെക്ഷനുകളിൽ ഞങ്ങൾ വിശദമായിട്ട് തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. ഡേവിഡ് സാലേക്കാണ് 2025 ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. മറന്നു പോകല്ലേ മക്കളെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ബുക്കർ പ്രൈസ്. അതെ, ബുക്കർ പ്രൈസ് എന്ന് പറയുമ്പോൾ അത് ഇന്റർനാഷണൽ പ്രൈസിന്റെ അണ്ടറിൽ വരുന്നതാണ്. സോ കറണ്ട് അഫയേഴ്സിൽ വളരെ റെലവെന്റ് ആണ് ബുക്കർ പ്രൈസുകൾ. സോ 2025 ബുക്കർ പ്രൈസ് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബാക്കിലേക്ക് പോവാം. 2024 കാര്യം കൂടി ഒന്ന് പറഞ്ഞു പോവാം. നമുക്കറിയാം, നമ്മൾ ഈ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടല്ലേ, നമ്മുടെ സിനിമാ നടി ആയിട്ടുള്ള സാമന്തയുമായിട്ട് നിങ്ങളൊന്ന് കണക്ട് ചെയ്താൽ എന്താണ്, സാമന്ത ആർവിക്കാണ് 2024 ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ളത്. 2024 ബുക്കർ പ്രൈസ് ആർക്കാന്ന് ചോദിച്ചാൽ സാമന്ത ഹാർവിക്കാണ്. ആ സാമന്ത ഹാർവിയുടെ ഓർബിറ്റൽ എന്ന് പറയുന്ന ബുക്കിനെ കുറിച്ചാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ആ പേര് പോലെ തന്നെയാണ് ഓർബിറ്റലിനെ കുറിച്ച്. അതിന്റെ ഒരു എക്സ്പ്ലോറേഷൻ ആണ്. ആ ഒരു എർത്തും ഹ്യൂമനും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് അവിടെ ആ ഒരു ബുക്കിനകത്ത് പ്രധാനമായിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത്. സോ അതാണ് അവിടെ വിശദീകരിച്ചു പോകുന്നത്. ഓർബിറ്റൽ എന്ന് പറയുന്ന ബുക്കിനാണ് 2024 എന്ത് കിട്ടുന്നത്, ബുക്കർ പ്രൈസ് കിട്ടുന്നത്. 2025 ബുക്കർ പ്രൈസ് ആണ് നമ്മുടെ ഡേവിഡ് സാലയുടെ ഫ്ലഷിന് കിട്ടുന്നത്. 2024 ബുക്കർ പ്രൈസ് ആണ് ആർക്ക് കിട്ടിയിട്ടുള്ളത്, സാമന്ത ഹാർവിയുടെ ഓർബിറ്റലിന് കിട്ടിയിട്ടുള്ളത്. മറന്നു പോകല്ലേ മക്കളെ, 2024 ബുക്കർ പ്രൈസ് ആണ് സാമന്ത ഹാർവിക്ക് കിട്ടിയിട്ടുള്ളത്. ബുക്ക് ഏതാന്ന് ചോദിച്ചാൽ അത് ഓർബിറ്റൽ ആണ്. സാമന്ത ഹാർവിയെ കുറിച്ച് പറയുമ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്റർ തന്നെയാണ്. സോ ഈ സാമന്ത ഹാർവിയുടെ മറ്റ് ബുക്കുകളാണ് വെസ്റ്റേൺ വിൻഡ്, അതേപോലെ തന്നെ ഷേപ്പ്ലെസ് അൺഈസ്, ഡിയർ തീഫ് എന്ന് പറയുന്നത് മറ്റ് അവർ എഴുതിയിട്ടുള്ള ബുക്കുകളാണ്. സോ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. സാമന്ത ഹാർവിയെ കുറിച്ച് നോക്കുക. 2024 ബുക്കർ പ്രൈസ് വിന്നർ ആണ് സാമന്ത ഹാർവി എന്ന് പറയുന്നത്. സോ ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാണ്. നമ്മളിവിടെ SSCയുടെ നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. SSC GD, അതേപോലെ തന്നെ SSC CGL, CHSL, MTS തുടങ്ങിയ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഫൗണ്ടേഷൻ ബാച്ച് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ വിവരം കിട്ടണമെങ്കിൽ 8281223366 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. SSCയുടെ ഫൗണ്ടേഷൻ ബാച്ച്, SSC ഏത് എക്സാം ആയിക്കോട്ടെ, SSC GD ആയിക്കോട്ടെ, SSC CHSL ആയിക്കോട്ടെ, അതേപോലെ തന്നെ CGL ആയിക്കോട്ടെ, MTS ആയിക്കോട്ടെ, ഇതിനെല്ലാം കൂടെ വേണ്ടി നമ്മളിവിടെ ഒരു ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ കൂടുതൽ ഇൻഫോർമേഷന് വേണ്ടി 8281223366 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ അതേസമയം തന്നെ അടുത്ത ബുക്കിലേക്ക് വരാം. അനുപം ഖേറിന്റെ വളരെ പ്രസിദ്ധമായ ഒരു ബുക്ക് തന്നെയാണ്. കാരണം ഈ ഒരു ബുക്കിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഓട്ടിസത്തെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് എഴുതിയ ഒരു ബുക്കാണ്. ഓട്ടിസത്തിനെ കുറിച്ച്, ഓട്ടിസത്തിൽ വളരെ എക്സ്ട്രാ ഓർഡിനറി
ഓർഡിനറി ആയിട്ടുള്ള ഒരു കുട്ടിയുടെ കാര്യമാണ് ഈ ബുക്കിനകത്ത് ഉള്ളടക്കം എന്ന് പറയുന്നത്. ഡിഫറെന്റ് നോട്ട് ലെസ് എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അത് അനുപം ഖേർ ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഒരു ഓട്ടിസ്റ്റ് ആയിട്ടുള്ള ഗേളിന്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി ടാലന്റും അതെന്താണ് പല വേസിൽ അവർ എന്ത് ചെയ്യുവാണ് അത് പ്രൂവ് ചെയ്യുന്ന ഒരു കഥയാണ് ഈ പറയുന്ന ഡിഫറെന്റ് ബട്ട് നോട്ട് ലെസ് എന്ന് പറയുന്ന ബുക്ക്. അത് എഴുതിയിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ നമ്മൾ സിനിമാ നടനായിട്ടുള്ള അനുപം ഖേർ ആണ്. മലയാളത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അല്ലെ. മലയാളത്തിൽ നമ്മുടെ ലാലേട്ടന്റെ കൂടെ പ്രണയം എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു നടനാണ് അനുപം ഖേർ. അദ്ദേഹം എഴുതിയ ബുക്കാണ് ഡിഫറെന്റ് ബട്ട് നോട്ട് ലെസ്. നല്ല ഭംഗിയായിട്ട് തന്നെയാണ് അതിനകത്ത് ഓരോ ക്യാരക്ടറിനെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത് വിശദീകരിച്ച് പോയിട്ടുള്ളത്. സോ അത് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഓട്ടിസം റിലേറ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ന്യൂവാൻസസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വിശദീകരിച്ച് തന്നെ പോകുന്നുണ്ട്. സോ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു ഗേള് അറ്റ് ദ സെയിം ടൈം ആ ഗേൾ എന്ത് ചെയ്യുവാണ് അവരുടെ ആ ഒരു ടാലന്റ് പ്രൂവ് ചെയ്യുന്ന ഒരു കഥയാണ് ഡിഫറെന്റ് ബട്ട് നോട്ട് ലെസ് എന്ന് പറയുന്ന അനുപം ഖേറിന്റെ ബുക്ക്. സോ ഓർത്ത് വെച്ചോണം മക്കളെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2025 അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്ക് തന്നെയാണ് ഡിഫറെന്റ് ബട്ട് നോട്ട് ലെസ് എന്ന് പറയുന്ന ബുക്ക്. സോ അടുത്ത ബുക്കിലേക്ക് വരാം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ അത്യാവശ്യം ഈ ബുക്ക് എടുക്കുമ്പോൾ തന്നെ ഏതൊക്കെ ബുക്കാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകളുണ്ടെങ്കിൽ ഏതെങ്കിലും ബുക്ക് ആ ഒരു വർഷം ഏതെങ്കിലും പ്രൈം മിനിസ്റ്ററിനെ ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈം മിനിസ്റ്ററിനെ കുറിച്ചാണ് ആ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നതെങ്കിൽ ആ ബുക്ക് നിങ്ങൾ നോക്കുക. അതേസമയം തന്നെ ഇന്ത്യയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ എഴുതുന്ന ബുക്കുകൾ നിങ്ങൾ നോക്കി പോവുക. അറ്റ് ദ സെയിം ടൈം നമ്മുടെ മിനിസ്റ്റേഴ്സ് അല്ലെ, നമ്മുടെ കേന്ദ്രമന്ത്രിമാരും അതേപോലെ തന്നെ മറ്റ് MPs ഒക്കെ എഴുതുന്ന ബുക്കുകളുണ്ട്. സോ ആ ബുക്കുകളും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് തന്നെ പോകേണ്ടതാണ്. അപ്പൊ ഇവിടെ ഈ പറയുന്ന പോലെ തന്നെ കൺസൈൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന സുജാത ശ്രീനിവാസ രാജുവിന്റെ കൺസൈൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന ബുക്ക് അത് ഏത് പ്രൈം മിനിസ്റ്ററിനെ കുറിച്ച് എഴുതുന്നതെന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധിയെ കുറിച്ച് എഴുതുന്ന ഒരു ബുക്കാണ്. സോ ഇന്ദിരാഗാന്ധി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓടിയെത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് എന്ത്, എമർജൻസി എന്ന് പറയുന്നത്. അപ്പൊ 2025 മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ 50ാമത്തെ എന്താണ് ആനിവേഴ്സറിയാണ്, എമർജൻസിയുടെ 50ാമത്തെ വാർഷികമാണ്. സോ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ബുക്ക് ഒന്നുകൂടെ എന്തായി പോവാണ്, ഇമ്പോർട്ടന്റ് ആയി പോവാണ്. ദ കൺസൈൻസ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന സുജാത ശ്രീനിവാസ രാജുവിന്റെ ബുക്ക്. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ USA നടന്നിട്ടുള്ള ഒരു എന്താണ് ഒരു പ്രൊട്ടസ്റ്റ് ആണ്. എന്താണ് ഇന്ത്യൻസ് ഫോർ ഡെമോക്രസി, ഇന്ത്യക്ക് ജനാധിപത്യം വേണം എന്ന് പറഞ്ഞ് USA നടന്നിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിന്റെ ബേസ് ചെയ്ത് വന്ന ഒരു ബുക്കാണ്. സോ ഈ ഇന്ത്യൻസ് ഫോർ ഡെമോക്രസി എന്ന് പറയുന്ന കാര്യം എവിടെയാണ് നടന്നത്, USA നടന്ന ഒരു കാര്യമാണ്. സോ ഇത് എവിടെ ഇമ്പാക്ട് ആയി, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ ഇമ്പാക്ട് ആയി. അറ്റ് ദ സെയിം ടൈം ഈ എമർജൻസി എന്താവുകയാണ്, പിന്നീട് പിൻവലിക്കുകയാണ്. സോ എമർജൻസി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ബുക്കാണ്. USA യങ് ഇന്ത്യൻ എന്താണ് പ്രൊഫഷൻസും അതേപോലെ തന്നെ സ്റ്റുഡൻസ് ഓർഗനൈസേഷനും എന്താണ് ഇന്ദിരാഗാന്ധിയുടെ ഈ ഒരു എമർജൻസിക്കെതിരെ നടത്തിയിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണ്. ആ പ്രൊട്ടസ്റ്റ് നടന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് USA മറന്നു പോകല്ലേ. USA നടന്നിട്ടുള്ള ഇന്ത്യൻസ് ഫോർ ഡെമോക്രസി എന്ന് പറയുന്ന ഒരു പ്രൊട്ടസ്റ്റിനെ ബേസ് ചെയ്ത് വന്ന ഒരു ബുക്കാണ് എന്ത്, ദ കൺസൈൻസ് നെറ്റ്വർക്ക്. എഴുതിയിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ സുജാത ശ്രീനിവാസ രാജു. മറന്നു പോകല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട ബുക്കുകൾ, ഇനി അതേസമയം തന്നെ നമ്മുടെ ഏതെങ്കിലും മിനിസ്റ്റേഴ്സ് എഴുതിയിട്ടുള്ള ബുക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് തന്നെ പോകേണ്ടതാണ്. സോ അടുത്ത ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും എന്താണ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹിറ്റ് മാനിനെ കുറിച്ചുള്ള അല്ലെ, നമ്മുടെ രോഹിത് ശർമ്മയെ കുറിച്ച് ഒരു ബുക്കാണ്. R കൗശിക് എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള R കൗശിക് എഴുതിയിട്ടുള്ള ദ റേസ് ഓഫ് ദ ഹിറ്റ്മാൻ, ദ രോഹിത് ശർമ്മ സ്റ്റോറി. നമുക്കറിയാം അദ്ദേഹം 2 വേൾഡ് കപ്പുകളാണ് നമുക്ക് നേടി തന്നിട്ടുള്ളത് അല്ലെ. ഏതൊക്കെയാണ്, T20 വേൾഡ് കപ്പും അതേപോലെ തന്നെ ഏതാണ് നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫിയും. റീസെന്റ് നടന്നിട്ടുള്ള 2 വേൾഡ് കപ്പാണ് അദ്ദേഹം നേടി തന്നിട്ടുള്ളത്. അതേസമയം തന്നെ 3 വേൾഡ് കപ്പിന്റെ ഫൈനലിൽ എന്താണ് എൻട്രി ചെയ്തിട്ടുള്ള ഏക ഇന്ത്യൻ ക്യാപ്റ്റനും കൂടിയാണ് അദ്ദേഹം. 3 വേൾഡ് കപ്പ് ഫൈനലുകൾ ഏതൊക്കെയാണ്, ഒന്ന് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ്, അതേപോലെ തന്നെ T20, സെയിം ടൈം എന്താണ് നമ്മുടെ വേൾഡ് കപ്പ്, then 50 ഓവർ വേൾഡ് കപ്പ്, അതേപോലെ തന്നെ നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫി. ഈ ഒരു എല്ലാ ഇന്റർനാഷണൽ മാച്ചസിന്റെയും ഫൈനലിൽ കടന്നിട്ടുള്ള ഒരു ഇന്ത്യൻ ക്യാപ്റ്റൻ കൂടിയാണ്, അല്ലെങ്കിൽ ഏക ക്യാപ്റ്റനും കൂടിയാണ് നമ്മുടെ ഹിറ്റ് മാൻ ആയിട്ടുള്ള രോഹിത് ശർമ്മ.
നമുക്കറിയാവുന്ന പോലെ തന്നെ ആദ്യ കാലങ്ങളിൽ അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു ഫോം ഔട്ടുകൾ, അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം 2011 വേൾഡ് കപ്പിൽ നിന്ന് എന്താകുന്നുണ്ട്, സെലക്ഷൻ കിട്ടാതെയൊക്കെ അദ്ദേഹം മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പിന്നീടാണ് അദ്ദേഹം എന്താകുന്നത്, ഒരു ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഓപ്പണറായി മാറുകയും വൈറ്റ് ബോൾ ഓപ്പണറായി മാറുകയും ഇന്ത്യയുടെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നത് പിന്നീടാണ്. സോ അദ്ദേഹത്തിന്റെ ആദ്യ കാലങ്ങളിൽ അദ്ദേഹം നേരിടേണ്ട വന്നിട്ടുള്ള ഒരു ഫോം ഔട്ടുകളും അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബുക്കിൽ വിശദമായിട്ട് തന്നെ പരിശോധിക്കുന്നത്. സോ സെയിം ടൈം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ധാരാളം വ്യക്തിഗത റെക്കോർഡുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്ന ODI മാച്ചുകളിൽ 3 ഡബിൾ സെഞ്ചുറി നേടിയിട്ടുള്ള ഏക താരമാണ് നമ്മുടെ രോഹിത് ശർമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിലാണ് 264 എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ. വൺ ഡേയിൽ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ ആരുടെ പേരിലാന്ന് ചോദിച്ചാൽ അത് രോഹിത് ശർമ്മയുടെ പേരിലാണ്. മറന്നു പോകല്ലേ, 3 ഡബിൾ സെഞ്ചുറി നേടിയിട്ടുള്ള താരമാണ് നമ്മുടെ രോഹിത് ശർമ്മ. സോ അദ്ദേഹത്തിനെ പറ്റിയ ഒരു ബുക്കാണ് എന്ത്, ദ റേസ് ഓഫ് ദ ഹിറ്റ് മാൻ, ദ രോഹിത് ശർമ്മ സ്റ്റോറി എന്ന് പറയുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള സ്പോർട്സ് ജേർണലിസ്റ്റ് ആർ കൗശിക്കിന്റെ. സോ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ധാരാളം റെക്കോർഡുകളുള്ള ഒരു താരം തന്നെയാണ് രോഹിത് ശർമ്മ. ഏറ്റവും കൂടുതൽ സിക്സുകൾ മൊത്തത്തിൽ എടുത്താൽ തന്നെ, വൺ ഡേ എടുത്താലും ടെസ്റ്റ് എടുത്താലും അതേപോലെ തന്നെ T20 മൂന്ന് ഫോർമാറ്റിലും ഏറ്റവും കൂടുതൽ സിക്സുകൾ നേടിയിട്ടുള്ള താരവും കൂടിയാണ് നമ്മുടെ രോഹിത് ശർമ്മ. സോ ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ചോണം. ഒരു കറന്റ് സെനാരിയോയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി തന്നെയാണ് രോഹിത് ശർമ്മ. സോ ഇക്കാര്യം മറന്നുപോലെ മക്കളെ, അടുത്ത ബുക്കിലേക്ക് പോകാം. സഞ്ജയ ബാറുവിന്റെ ഒരു ബുക്കാണ് സക്സഷൻ ഓഫ് ദ സക്സസ്, ദ ഫ്ലൈറ്റ് ഔട്ട് ഓഫ് ന്യൂ ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക്. സഞ്ജയ ബാറു വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു ഇന്ത്യൻ എഴുത്തുകാരനാണ്. സോ അദ്ദേഹം ഈ ഒരു ബുക്കിലൂടെ പറയുന്ന എന്താന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നമ്മുടെ ഇവിടുന്ന് ധാരാളം കുട്ടികൾ അല്ലെങ്കിൽ പ്രൊഫഷണൽ വ്യക്തികൾ എങ്ങോട്ട് പോകുന്നുണ്ട്, എബ്രോഡിലേക്ക് പോകുന്നുണ്ട്, അവിടെ പോയി സെറ്റിലൊക്കെ ആവുന്നുണ്ട്. സോ ഇത് ഇന്ത്യയെ സംബന്ധിച്ചോളം വളരെയധികം ബാഡ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ എക്കണോമിയെ ബാഡ് ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ പുതിയ പുതിയ ഇന്നോവേഷനുകൾ നടക്കുന്നില്ല. സോ ഇതുമായി ബന്ധപ്പെട്ട ഒരു ബുക്കാണ് സഞ്ജയ ബാറുവിന്റെ ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നേരത്തെയും വെൽത്ത് ഡ്രെയിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടല്ലേ, ദാദാഭായ് നവറോജിയുടെ വെൽത്ത് ഡ്രെയിനെ കുറിച്ചൊക്കെ, ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് കേട്ടിട്ടില്ലേ. സോ അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും പറഞ്ഞു പോകുന്നത്. ഇവിടെ വെൽത്ത് ഡ്രെയിൻ ആകുന്നതൊപ്പം തന്നെ ഇവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ബ്രെയിനും എന്തായി പോവാണ്, ഡ്രെയിൻ ആയി പോവാണ്. ബ്രെയിൻ എങ്ങോട്ട് പോവാണ്, ഇന്ത്യയിൽ നിന്ന് എബ്രോഡ് പോവാണ്. ഇതൊരു വലിയൊരു ഇഷ്യൂ തന്നെയാണ്. സോ അതുമായി ബന്ധപ്പെട്ട ഒരു ബുക്ക് തന്നെയാണ് സഞ്ജയ ബാറുവിന്റെ ഒരു ഫേമസ് ബുക്ക് തന്നെയാണ്. 2025 പ്രധാനപ്പെട്ട ഒരു ബുക്ക് തന്നെയാണ് സഞ്ജയ ബാറുവിന്റെ. മറ്റൊരു ബുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അല്ലെ. ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് എന്ന് പറയുന്നത് 15th ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. അദ്ദേഹം എഴുതിയ ഒരു ബുക്കാണ് വൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റേഴ്സ് എന്ന് പറയുന്ന ബുക്ക്. സോ മറ്റൊരു ഫേമസ് ആയിട്ടുള്ള ബുക്ക് തന്നെയാണ്. കാരണം അത് എഴുതിയിരിക്കുന്ന വ്യക്തി ആരാണ്, നേരത്തെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഫോർമർ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. അദ്ദേഹം ഇന്ത്യയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ്. സ്വാഭാവികമായും എന്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അദ്ദേഹം അതിൽ വിശദീകരിക്കുന്നത്, നമ്മുടെ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതേപോലെ തന്നെ മൗലിക അവകാശത്തെക്കുറിച്ചും അത് എത്രമാത്രം രാജ്യത്ത് നടപ്പിലാക്കുന്നുണ്ട്, അതിൽ എത്രമാത്രം നടപ്പിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഗവൺമെന്റ് എത്രമാത്രം അതിൽ പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ നടത്തുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ബുക്കിൽ അദ്ദേഹം വിശദീകരിച്ച് തന്നെ പോകുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം റൂൾ ഓഫ് ലോയെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്, അവിടെ എന്ത് പാടില്ല, അവിടെ ഒരു വേർതിരിവ് പാടില്ല, ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നൊക്കെ തന്നെയാണ് അദ്ദേഹം ഈ ഒരു ബുക്കിലൂടെ അദ്ദേഹം വിശദീകരിക്കുന്നത്. വൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റർ എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. ഇന്ത്യയുടെ 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് അദ്ദേഹം. സോ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. മറ്റു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാരെ കുറിച്ച് ഏതെങ്കിലും ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നോക്കേണ്ട കാര്യം തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം ഇന്ത്യയുടെ മിനിസ്റ്റേഴ്സ് ഏതെങ്കിലും ബുക്ക് എഴുതിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ നോക്കണം. സോ ഇവിടെ സഞ്ജീവ് ചോപ്ര എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയെ കുറിച്ച്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ലാൽ ബഹദൂർ ശാസ്ത്രിയെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു ബുക്കാണ് ഗ്രേറ്റ് കൺസീലേറ്റർ ലാൽ ബഹദൂർ ശാസ്ത്രി ആൻഡ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യ. സോ അദ്ദേഹത്തിന്റെ ആ ഒരു എത്തിക്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു മൊറാലിറ്റി, സോ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബുക്കിൽ വിശദീകരിക്കുന്നത്. നമുക്കറിയാം ട്രെയിൻ അപകടം ഉണ്ടായിട്ട് ആ ട്രെയിൻ
അപകടത്തിന്റെ പേരിൽ രാജിവെച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് പറയുന്നത്. സോ അത്രമാത്രം എത്തിക്സ് ഉള്ള ഒരു വ്യക്തിയാണ്, അത്രമാത്രം മൊറാലിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാൾ തന്നെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. സോ അദ്ദേഹത്തിനെ പറ്റിയ ഒരു ബുക്കാണ് സഞ്ജീവ് ചോപ്ര എഴുതിയിട്ടുള്ള ദ ഗ്രേറ്റ് കൺസീലേറ്റർ ലാൽ ബഹദൂർ ശാസ്ത്രി ആൻഡ് ദ ട്രാൻസ്ഫോർമേഷൻ ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക്. സോ നിങ്ങൾ നോക്കണം. സോ അദ്ദേഹത്തിന്റെ കീ സ്ലോഗൻ ആണ് എന്ത്? ജയ് ജവാൻ ജയ് കിസാൻ. പലപ്പോഴും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ആരാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറയുന്ന ശ്ലോകം ടേം ചെയ്തിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് മക്കളെ, മറന്നു പോകല്ലേ. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. ദെൻ സെയിം ടൈം ഗ്രീൻ റെവല്യൂഷന്റെ സമയത്ത് അദ്ദേഹം എന്താണ്, നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ ആയിരുന്നു. ഗ്രീൻ റെവല്യൂഷനുമായി ബന്ധപ്പെട്ട് ലാൽ ബഹദൂർ ശാസ്ത്രിയെ കുറിച്ച് ഓർത്തു വെച്ചോണം. അപ്പോൾ ഗ്രീൻ റെവല്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യമേ MS സ്വാമിനാഥനെ കണ്ടു, ഇപ്പൊ ആരെയും കൂടെ കണ്ടു, നമ്മുടെ സ്വന്തം ലാൽ ബഹദൂർ ശാസ്ത്രിയും കൂടെ കണ്ടു. സോ ഈ കാര്യങ്ങൾ ഓർത്തു വെച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്കറിയാം ഗ്രൂപ്പ് ഡി എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ജനുവരി മാസത്തോടെ വരികയാണ്. സോ ഗ്രൂപ്പ് ഡി എക്സാമിന് ഇപ്പൊ റീസെന്റ് നടന്നിട്ടുള്ള ഗ്രൂപ്പ് ഡി എക്സാമിന് കറണ്ട് അഫയേഴ്സിന്റെ കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക, അവസാന നിമിഷത്തേക്കൊന്നും മാറ്റി വെക്കളേ മക്കളെ. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ ഒരു ലോങ് ടേം ബാച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. RRB ഗ്രൂപ്പ് ഡിയുടെ ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരം വേണമെങ്കിൽ 8281223366 എന്ന് പറയുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഗ്രൂപ്പ് ഡി എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ അവിടെ ഡിസ്കസ് ചെയ്ത് തരുന്നതായിരിക്കും. 25,000 പരം വേക്കൻസി ഉള്ള ഒരു നോട്ടിഫിക്കേഷൻ തന്നെയാണ് നമുക്ക് ജനുവരിയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നത്. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. സോ സെയിം ടൈം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമ്മുടെ മിനിസ്റ്റേഴ്സ് ഏതെങ്കിലും ബുക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ഒന്ന് നോക്കി പോകണം. നമ്മുടെ എക്സ്റ്റേണൽ മിനിസ്റ്റർ ആയിട്ടുള്ള S ജയശങ്കർ എഴുതിയിട്ടുള്ള, അദ്ദേഹം ഒരു ഫോർമർ IFS ഉദ്യോഗസ്ഥനൊക്കെയാണ് കേട്ടോ, ഒരു IFS ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥനൊക്കെ തന്നെയാണ് S ജയശങ്കർ എന്ന് പറയുന്നത്. അദ്ദേഹം എഴുതിയിരിക്കുന്ന ബുക്കാണ് വൈ ഭാരത് മാറ്റേഴ്സ് എന്ന് പറയുന്ന ബുക്ക്. സോ ഓർത്ത് വെച്ചോണം, ഒരു മിനിസ്റ്റർ എഴുതിയോണ്ട് തന്നെ ഈ ബുക്കിന് ഇമ്പോർട്ടൻസ് കൂടുവാണ്. സോ സ്വാഭാവികമായി അത് എന്തൊക്കെയായിരിക്കും എഴുതുന്നത്, ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ ഗ്ലോബലി ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, അവിടെ ഇന്ത്യയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, അറ്റ് ദ സെയിം ടൈം ഇന്ത്യയുടെ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ്, ഇന്ത്യയുടെ ആ ഒരു സാംസ്കാരികവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻസ് എന്താണ്, അതേസമയം തന്നെ ഇന്ത്യയുടെ ആ കൾച്ചറൽ റൂട്ടിനെ ഒന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് റീവിസിറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം നമ്മുടെ ഇന്ത്യയുടെ എപ്പിക്സിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ആ ബുക്കിൽ എന്ത് ചെയ്തു പോകുന്നുണ്ട്, ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട്. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന് പറയുന്ന S ജയശങ്കറിന്റെ ഒരു ബുക്കാണ് മക്കളെ. സോ ഈ കാര്യങ്ങൾ ഓർത്ത് വെച്ചോണം. അദ്ദേഹം പ്രധാനമായിട്ടും ജിയോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചലഞ്ചസ്, നമുക്കറിയാം ധാരാളം ഇഷ്യൂസ് നടക്കുന്ന ഒരു ടൈം പീരിയഡ് ആണ്, ധാരാളം വാറുകളുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇന്ത്യയുടെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഇമ്പോർട്ടൻസ്, ഇന്ത്യ അത് എത്രമാത്രം എന്താണ് ലോകത്തിന് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, ഇന്ത്യയുടെ ആ ഒരു കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് ഈ ഒരു ബുക്കിൽ അദ്ദേഹം വിശദീകരിക്കുന്നത്. മറ്റൊരു ബുക്കിലേക്ക് വരാം, ജമ്മു ആൻഡ് കാശ്മീർ ത്രൂ ദ ഏജസ് എന്ന് പറയുന്ന ബുക്ക്. അത് ഓതർ ചെയ്തിട്ടുള്ളത് ICHR ആണ് കേട്ടോ, ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണ് അത് ചെയ്തിട്ടുള്ളത്. ദെൻ സെയിം ടൈം എഡിറ്റ് ചെയ്ത വ്യക്തിയാണ് പ്രൊഫസർ രഘുവേന്ദ്ര തൻവാർ. സോ അത് ജമ്മു ആൻഡ് കാശ്മീരുമായി ബന്ധപ്പെട്ട ഒരു ബുക്കായോണ്ടാണ് ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞു പോയത്. നമുക്കറിയാം റീസെന്റ് ജമ്മു ആൻഡ് കാശ്മീരിലൊക്കെ എന്ത് നടക്കുന്നുണ്ട്, പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്, ലഡാക്കിൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. സോ അതുകൊണ്ടൊന്ന് നമ്മൾ ഇതിനെ ഒന്ന് ഡിസ്കസ് ചെയ്തു പോകുന്നതാണ്. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ജമ്മുവിന്റെ ആ ഒരു ചരിത്രവും അതേപോലെ തന്നെ എന്താണ് ഇന്ത്യയുടെ ഒരു ചരിത്രം, അതിൻ്റെ ഒപ്പം തന്നെ ഇന്ത്യയുടെ ചരിത്രം, അത് ഈ പറയുന്ന പഴയ കാലം തൊട്ട് ഏൻഷ്യൻ പീരിയഡ് തൊട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്തു പോകുന്നുണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ് ജമ്മു ആൻഡ് കാശ്മീർ ത്രൂ ദ ഏജസ്. അത് ഓതർ ചെയ്തിട്ടുള്ള ആരാന്ന് ചോദിച്ചാൽ അത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് ആണ്. അത് എഡിറ്റ് ചെയ്ത വ്യക്തിയാണ് പ്രൊഫസർ രഘുവേന്ദ്ര തൻവാർ. സോ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഈ ഒരു കറണ്ട് സെനാരിയോയിൽ ഏറ്റവും റെലവെന്റ് ആണ് വാർ എന്ന് പറയുന്ന ബുക്ക്. ആരാണ് എഴുതിയത്?
ബോബ് വുഡ് എന്ന് പറയുന്ന വ്യക്തി എഴുതിയ വാർ. ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം റൈറ്റ് നൗ ധാരാളം വാറുകളാണ് നമുക്ക് നടക്കുന്നത് അല്ലേ. വെസ്റ്റ് ഏഷ്യയിൽ വാറുകളുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ റഷ്യ ഉക്രൈൻ വാറുണ്ട്, നമ്മുടെ എന്താണ് ഇന്ത്യ പാകിസ്ഥാൻ വാർ നടന്നിരുന്നു. അതേപോലെ തന്നെ എന്താണ് അമേരിക്കയുടെ പലതരത്തിലുള്ള താരിഫ് അവര് പല രാജ്യങ്ങൾ മുകളിൽ അവർ വെക്കുന്നുണ്ട്. സോ അതൊരു തരം കോൾഡ് വാറായിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം, ഒരു തരം കോൾഡ് വാറായിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. സോ ഈ പറയുന്ന വാർ എന്ന് പറയുന്ന ബുക്കിൽ ഈ എഴുത്തുകാരൻ എന്തിനെ കുറിച്ചൊക്കെയാണ് വിശദീകരിക്കാൻ ചോദിച്ചാൽ, ഒന്ന് US റഷ്യ ആ വാറിനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, US മിഡിൽ ഈസ്റ്റ് വാറിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്, US യുക്രൈൻ വാറിനെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്, ഇറാൻ ഹമാസ് യുദ്ധത്തിനെ കുറിച്ചൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഒരു എന്താണ് കറന്റ് റെലവെന്റ് ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ് ബോബ് വുഡിന്റെ വാർ എന്ന് പറയുന്ന ബുക്ക്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്ക് തന്നെയാണ്. സോ നമുക്കറിയാവുന്ന പോലെ തന്നെ RRB NTPC ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് എക്സാം നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ മക്കളെ. സോ അതിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ യാത്ര എന്ന് പറയുന്ന ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് RRB NTPC ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റിന് വേണ്ടിയാണ്. ധാരാളം സ്പെഷ്യാലിറ്റി ഉള്ള ബാച്ച് തന്നെയാണ്. 350+ hours ക്ലാസ്സസ്, ദെൻ പ്രിന്റബിൾ PDF നോട്ടുകൾ. ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത് PYQ അനാലിസ് ചെയ്യുക എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ PYQ അനാലിസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അറ്റ് ദ സെയിം ടൈം മോക്ക് ടെസ്റ്റുകൾ ഫ്രീക്വന്റ് ആയിട്ടുള്ള മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതാണ് നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റ്, ഏതാണ് നമ്മുടെ വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മെന്റർഷിപ്പ് സെക്ഷൻസ് ഉണ്ട്, മോട്ടിവേഷൻ സെക്ഷൻസ് ഉണ്ട്. സോ ധാരാളം സ്പെഷ്യാലിറ്റി ഉള്ള ബാച്ച് തന്നെയാണ് നമ്മുടെ യാത്രി ബാച്ച് എന്ന് പറയുന്നത്. സോ യാത്രി ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഇൻഫോർമേഷന് വേണ്ടി 8281223366 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8281223366 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ഇതിന്റെ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ ഏതൊരു ബാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടും. അത് RRB ഗ്രൂപ്പ് ഡി ആണെങ്കിലും യാത്രി ബാച്ചിനെ കുറിച്ചാണെങ്കിലും നമ്മുടെ ലോങ് ടേം നമ്മുടെ SSC ബാച്ചിനെ കുറിച്ചാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ നിങ്ങൾക്ക് ഇൻഫോർമേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇതിന്റെ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്, അത് പൂരിപ്പിച്ചാൽ മതി. സോ താങ്ക് യു.